ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ദൈവത്തിന് സ്തോത്രം, അത് 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. അക്രൈസ്തവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ അറിയും. അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല ഒരു അന്തരീക്ഷത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കുടുംബവക കുളവും വെച്ചുപൂജയും കുരിയാലയും അനുബന്ധ മതസംവിധാനങ്ങളും എല്ലാമുള്ള ഒരു പുരാതന തറവാട്. തൻ്റെ ഭാര്യ ആരോഗ്യവതിയാണ്. തനിക്കൊരു ഏക മകനുണ്ട്. അവൻ സന്തോഷകരമായി ആരോഗ്യത്തോടെ തുടരുന്നു. ഈ അന്തരീക്ഷത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നു, ക്യാൻസർ രോഗം. അതും ക്യാൻസർ 4-ാം തലം കഴിഞ്ഞിരിക്കുന്നു. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ വഴിയാമണം തുടങ്ങി. ആ സഹോദരിയുടെ ദേഹം ഒരു കരിക്കട്ട പോലെയായി. വളരെ ആത്മബന്ധമുള്ള ആ കുടുംബജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ ഭാവം മാറുന്നത് കണ്ടപ്പോൾ ഈ ബാങ്ക് മാനേജർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സമനില തെറ്റി, സമചിത്തത തകർന്നു. ബാങ്കിലെത്തുമ്പോൾ ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടും, ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടത്തില്ല. ആകപ്പാടെ കുഴഞ്ഞു മറിയുകയാണ്. ഈ പ്രത്യേക സമയം ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന അറ്റൻഡറായ ഒരു രാജു ബ്രദർ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, സാർ, ഞങ്ങളുടെ അടുക്കൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ഭാര്യയുമായി യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നയാളാണ് ഈ ബാങ്ക് മാനേജർ. പിന്നെ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടുകയില്ല, വൈകിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന മട്ടിൽ ഭാര്യയുമായിട്ട് യോഗത്തിന് പോയി. പെന്തക്കോസ്തി യോഗത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളൊന്നും തങ്ങൾക്കിഷ്ടമില്ലെന്ന മട്ടിൽ ഈ സഹോദരി ആൾക്കൂട്ടത്തിന് നടുവിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സമയം ആത്മനിയോഗത്തോടുകൂടെ നടുവിലൂടെ ഇറങ്ങിച്ചെന്ന് ഈ കർത്തൃദാസൻ തലയിൽ കൈവച്ചൊരു പ്രവചനം: നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചുമാറ്റി നിനക്ക് വിടുതൽ തരാൻ എൻ്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുന്നു. അടിമുടി അവളെ ആലില പോലെ വിറച്ച് ഷെവർ ചെയ്യാൻ തുടങ്ങി. അവൾ നിലത്ത് വീണു. എന്തിനേറെ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ചുരുക്കി പറയാം, അവൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. അടുത്ത ദിവസം ആശുപത്രിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രി യോഗം ആശീർവാദം പറഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മുടെ കടുങ്കെട്ടു വീണ ഏത് വിഷയത്തെയും വിടുവിച്ചെടുക്കാൻ അവൻ്റെ കരം ഈ യോഗത്തിന് നടുവിൽ ചലിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇതൊരു അസാധാരണ ദൈവപ്രവർത്തിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. നിശ്ചയമായും ദൈവത്തിന് വിടുതൽ അക്ഷരികമായി സംഭവിക്കും. അങ്ങനെ ആ കുടുംബം വിശ്വാസത്തിൽ വന്നു. ഹൈന്ദവ നായർ തറവാട്ടിൽ പുരാതന കുടുംബ പശ്ചാത്തലത്തിലെ ബന്ധങ്ങളിൽ കഴിയുന്നൊരു കുടുംബം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. ശക്തമായ ഇതിനുണ്ടായി. എങ്കിലും ഈ കുടുംബം പിടിച്ചു നിന്നു. ഈ സഹോദരി 2-മതൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് LKGയിൽ പഠിക്കുന്ന സമയം ഈ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വരുന്ന ബസ്സിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരാൻ അമ്മ വഴിവാക്കിൽ കാത്തു നിൽക്കുകയാണ്. കുഞ്ഞ് വന്ന് ഒരു വശത്തിറങ്ങി അമ്മയുടെ അടുക്കലേക്ക് മമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഈ കുഞ്ഞ് നിഷ്കളങ്കമായ ചിരിയോടെ ഓടി അടുക്കുമ്പോൾ എതിർവശത്തൂടെ പാഞ്ഞു വന്നൊരു അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ച് തെറിച്ച കുട്ടി ഇലക്ട്രിക് ലൈനിൻ്റെ പൊസിഷൻ വരെ തെറിച്ചു പൊങ്ങിയിട്ട് നിലത്തേക്ക് വീണതും ആ കുഞ്ഞിൻ്റെ ദേഹത്തുകൂടെ വണ്ടി കയറി ഇറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ശരീരഭാഗത്തിൻ്റെ അടുക്കലേക്ക് ഒരു മുഴുഭ്രാന്തിയെപ്പോലെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി ചിതറിയ ശരീരഭാഗം നെഞ്ചോട് അടുപ്പിച്ചുകൊണ്ട് ആ അമ്മയെ അലറി. അടുത്ത ദിവസം വഴിയാമണ്ണം പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ കഴിഞ്ഞു. പക്ഷെ ആളുകൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. അതുകൊണ്ട് കുലദൈവങ്ങൾ അവർക്ക് കൊടുത്ത ശിക്ഷാക്രമമാണിത്. ഈ പ്രിയപ്പെട്ടവർ ആരാധനയിൽ പങ്കെടുക്കാതെ വന്നു. അങ്ങനെയിരിക്കെ ഒരു മന്ത്രവാദിയെ വിളിപ്പിച്ച് ലക്ഷണം വെപ്പിച്ച് നോക്കി. ചുരുക്കി ഞാൻ പറയാം, ഇന്നവർ വിശ്വാസത്തിൽ ഇല്ല. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഒരനുഭവമല്ലേ അവരെ സത്യത്തിലേക്ക് നയിച്ചത്? അതെ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, വേദശാസ്ത്രം പഠിച്ചിട്ട് വിശ്വാസത്തിൽ വന്ന ഒറ്റ ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടോ? വേദശാസ്ത്രം സോറ്റീരിയോളജിയോ ഏഞ്ചലോളജിയോ ഡീമനോളജിയോ എസ്കറ്റോളജിയോ ശാസ്ത്രീയമായി പഠിച്ചിട്ട് സത്യത്തിലേക്ക് വന്ന ഒരാൾ ഇതിനകത്തുണ്ടോ? ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളുമൊക്കെ സത്യത്തിൽ വന്നത് വേദശാസ്ത്രം പഠിച്ചിട്ടല്ല, അനുഭവം പ്രാപിച്ചിട്ടാണ്. എനിക്ക് എൻ്റെ അനുഭവം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം. എന്നാൽ ഒരു വസ്തുത മറക്കരുത്, ഒരനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നമ്മളെ കാത്തിരിക്കുന്നത്
എന്നും വിടുതലിൻ്റെ മാധുര്യമുള്ള അനുഭവങ്ങളല്ല, മറക്കാൻ കഴിയാത്ത കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന കറുത്ത ദിവസങ്ങൾ കൺമുൻപിലുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. ആ വേദപുസ്തക കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ വേദപുസ്തക കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇന്ന് രാത്രി ഉറയ്ക്കേണ്ടിടത്തുറച്ചില്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ കാറ്റിൽ തകരാൻ സാധ്യതയുണ്ട്. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴുക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എൻ്റെ ഊർത്തശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ പിടിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ കഴിയണമെങ്കിൽ അനുഭവത്തിലല്ല ഉറയ്ക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിലാണ് ഉറയ്ക്കേണ്ടത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഉപവാസത്തിലും ജാഗരണത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് വചനത്തിൽ ഉറയ്ക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായിരിക്കണം. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമ്മൾ പറയും, നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറി യാഗമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 25 വർഷം നമ്മെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ്? അതിന് വചനം അക്ഷരത്തിലായി തിരുവെഴുത്താണ്. ഇതിൽ ഉറച്ചില്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ കാറ്റിൽ തകർന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വചനത്തിലൊന്ന് ഉറയ്ക്കണം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് 8:45 ഞാൻ ആശീർവാദം പറഞ്ഞേ, യോഗത്തിന് അവസാന കുത്തിടുമ്പോൾ, സന്ദേശത്തിന് ഒടുവിലത്തെ കുത്തിടുമ്പോൾ നിങ്ങൾ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന രാത്രിയായി രാത്രി തീരണം. ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഏറെ ഗൗരവമേറിയ ഒരു ഭാഗം പ്രബോധിപ്പിച്ചു വരികയാണ്. ആ ഭാഗം ഇങ്ങനെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൂടാരം നിത്യതയ്ക്ക് കൈമാറുന്ന ചില ദിവസങ്ങൾ കൺമുൻപിലുണ്ട്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കൂടാരം വിട്ട് ഞങ്ങൾ കർത്താവിനോട് അകന്ന് നിൽക്കുന്ന ഈ സമയം അവൻ പരദേശികളായിട്ടാണ് പാർക്കുന്നതെങ്കിലും ഈ കൂടാരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ഞങ്ങൾ അധികം ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ഞങ്ങൾ ആത്മക്കണ്ണുകൾ കൊണ്ട് ഒരു പ്രത്യേക ഘട്ടം കാണുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുകയാണ്. അത് ഓർക്കുന്ന സമയം ഞങ്ങൾ സദസ്സിനെ സമ്മതിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമേയമുണ്ട്. ഞങ്ങളുടെ മുൻപിലിരിക്കുന്ന സദസ് ഒരു കാര്യം ശുശ്രൂഷകളിലൂടെ ഉറപ്പിക്കപ്പെടണമെന്ന് ഞങ്ങൾ നിർബന്ധപൂർവ്വം ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ വലിപ്പപ്പെടുത്തി പ്രസംഗിക്കാനല്ല ഞങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നത്. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു പോയാൽ, സ്തോത്രം, മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ കിടത്തത്തക്ക വിധം പാട്ട പോലെ ചളങ്ങുന്ന ഒരു പാട്ടവണ്ടി കിട്ടിയതല്ല ഉപവാസത്തിൻ്റെ ലക്ഷ്യം. ഭൂമിയൊന്ന് ഇരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമന്റ് കൂന പണിയാൻ പണം കിട്ടിയതല്ല ഉപവാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സ്തോത്രം, നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തു വാങ്ങിക്കാൻ പണം കിട്ടിയതുമല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 6 അടി മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യതയെ വലുതായി കാണുന്ന ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ കാണുന്നു, ഒരു ദിവസം വരുന്നു ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ, ദൈവത്തിൻ്റെ നീതിന്യായ കോടതിക്ക് മുൻപിൽ ഞാനും നിൽക്കേണ്ട ഒരു ദിവസം വരാൻ തുടങ്ങുന്നു. ആ രംഗം സദസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ കാമ്പും സത്തും, ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ആധാരരേഖ, ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഭാഗം എന്താ? അതുകൊണ്ട് ഏതുകൊണ്ട് ഇങ്ങനൊരു നിത്യത നമ്മുടെ കൺമുൻപിൽ ഉള്ളത് കൊണ്ട് കർത്താവിനെ ഭയപ്പെടണം. ഇന്ന് രാത്രി ഉപവസിച്ചിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിനെ ഭയപ്പെടുക. ഈ ക്ഷണികമായ ആയുസ്സിനേക്കാൾ നിത്യതയെ വലുതായി കാണുക. ഞാൻ കഴിഞ്ഞ പകൽ ഓർപ്പിച്ചതുപോലെ എല്ലാ കാലവും കൂടെ അങ്ങ് ജീവിക്കാൻ കിട്ടിയാൽ നമുക്ക് എത്ര കാലം ജീവിക്കാൻ കിട്ടും? എത്ര കാലം നമുക്ക് ജീവിക്കാൻ കിട്ടും? പിള്ളത്തൊട്ടിൽ മുതൽ ശവപ്പെട്ടി വരെ എത്ര കാലമുണ്ട്? 70 അല്ലെങ്കിൽ 80 വർഷം. 80 ഗുണം 365 സമം 29,200 ദിവസം. 29,200 കൊല്ലമല്ല കേട്ടോ, 29,200 ദിവസം. ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് 29,200 കൊല്ലം കിടക്കുന്നു, ഏതൻ പ്രതീക്ഷ ഉണ്ടായിട്ട് ഒറ്റയാഴ്ച ആയുള്ളെന്നുള്ള മട്ട അല്ല. 29,200 ദിവസമേ 80 കൊല്ലം ജീവിക്കാൻ കിട്ടിയാലുള്ളൂ. പലരും ഇതിനിടയ്ക്ക് പരിപാടി അവസാനിപ്പിക്കും. സ്തോത്രം, 50 കഴിഞ്ഞില്ലേ നമുക്ക് മിക്കവാറും ഒക്കെ. ഇനിയും ബാക്കി എത്ര ഉണ്ട്? സ്തോത്രം, ബാക്കി എത്ര ഉണ്ട്?
ഒരല്പസമയം, ഒരു 10,000-3000 ദിവസത്തിനുള്ളിൽ നമ്മൾ പെട്ടി കയറും. സ്തോത്രമില്ലായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ നമ്മുടെ കൈകളിൽ എണ്ണിക്കൂട്ടാവുന്ന സമയമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. ഇന്ന് രാത്രി ഓർക്കണം, സത്ത പോകാൻ ഇനി അധിക നാളുകൾ കൺമുൻപിലില്ല. അല്ലേ കർത്താവിൻ്റെ വരവ്? നമ്മളൊക്കെ പറഞ്ഞു ഭാഷയിൽ വൈകല്യം സംഭവിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ചത്തുപോയി എന്ന് പ്രയോഗം. ശരിക്കും പറഞ്ഞാൽ ശരിയായ പ്രയോഗം സത്ത പോയി എന്നാ. അത് പിന്നെ പറഞ്ഞു ചത്തുപോയി എന്നങ്ങ് ആയിപ്പോയതാ. സ്തോത്രം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് വേണ്ടി ജ്യൂസ് കടയുടെ മുൻപിൽ ചെന്ന് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എന്ന് ഓർഡർ കൊടുത്താൽ ഉടൻ ഓറഞ്ചല്ലി പൊളിച്ച് അതിനകത്തോട്ടിട്ട്, മിക്സിക്കകത്തോട്ടിട്ട് ചണ്ടി പുറകിലേക്ക് തള്ളിച്ച് ജ്യൂസ് മുൻപിലോട്ട് എടുക്കുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഗ്ലാസ്സിലെ ജ്യൂസും ഇതിൻ്റെ പുറകിൽ ചണ്ടിയും തള്ളിയിട്ടുണ്ട്. ചണ്ടിയും ജ്യൂസും രണ്ടായി തിരിയുമ്പോൾ സത്ത മാറുന്നു, സത്ത വേറെയാകുന്നു. അങ്ങനെ സത്ത വേറെയാകുന്ന പ്രക്രിയയാണ് ഗ്ലാസ്സിനകത്ത് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ എൻ്റെ അകത്ത് ആത്മാവാകുന്ന സത്ത നിത്യതയെ നോക്കി ചിറകിട്ടടിക്കുന്നുണ്ട്. ആ സത്ത മാറുന്ന സമയമാണ് ചത്തുപോയി എന്ന് ആളുകൾ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അതിനി എത്ര നാളുണ്ടെന്ന് അറിയത്തില്ലെങ്കിലും എനിക്കൊരു കാര്യം ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കറ പറ്റാതെ നിൽക്കണം. സ്തോത്രം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, നിന്റെ ന്യായാസനത്തിന് മുൻപിൽ കറ പറ്റാതെ നിൽക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. അതെ, തിരുവെഴുത്തുകളുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന ഉയർത്തുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വാ തുറന്ന് കർത്താവിനോടൊന്ന് പറ, പോരാ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരപ്പൻ്റെ മുൻപിൽ കുഞ്ഞിരിക്കുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതലിരിക്കുന്നത് പോലെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് ഈ ഉപവാസ പ്രാർത്ഥന പറയാമോ? കർത്താവേ, ജഡത്തെ ജയിച്ചുകൊണ്ട് ഒരു ജയജീവിതം നയിപ്പാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവത്തെ ഭയപ്പെടുക. നിങ്ങളിന്ന് രാത്രി ഓർക്കണമേ, രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഇരുന്ന് പൊക്കോട്ടെന്ന് വെച്ച് കണ്ണടയ്ക്കാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിൻ്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, പാപക്കരി പിടിച്ചു കടിച്ച് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ വെച്ചിരിക്കാതെ കതകിന് പുറത്തിറക്കി കവാടമടച്ച് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, സോദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അഗ്നിഗന്ധകങ്ങളെ കത്തിച്ചിറക്കി തീക്കടലാക്കി ചരിത്ര വിസ്മൃതികളിൽ ഇന്ന് ജീവിക്കുന്ന തലമുറയ്ക്ക് പാപത്തിന്മേൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവ് നൽകിയ ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, നോഹയ്ക്ക് തലമുറ പാപം ചെയ്തപ്പോൾ 8 പേരെ പെട്ടകത്തിൽ കയറ്റി ബാക്കി മുച്ചൂടും മുടിച്ച് ഒരു തലമുറയെ നാമാവശേഷം വരുത്തിക്കൊണ്ട് ന്യായം വിധിക്കാൻ മടിക്കാഞ്ഞ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, ജനത്തെ എണ്ണുന്ന വിഷയത്തിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ ആ തലമുറയിൽ ദൈവത്തിൻ്റെ കണക്ക് തീർപ്പ് കൃത്യമായി നടന്നിയെങ്കിൽ, കണ്ണുകൾ കൊണ്ട് ആവശ്യമില്ലാത്ത സ്ത്രീയുടെ കുളിക്കടവ് കണ്ടതിൻ്റെ മുൻപിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം ആ ഭക്തൻ്റെ കുടുംബം എണ്ണി അനുഭവിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യ സഭീറമാർ പാപം ചെയ്തപ്പോൾ അവർക്ക് ബാല്യക്കാരെ കൊണ്ട് ശവക്കുഴി വെട്ടിച്ച ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ മൗനവ്രതത്തിലല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ആഴത്തിൽ ഭരിക്കേണ്ട ഒരു വികാരമുണ്ട്, ദൈവഭയം. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് ഈ വചനത്തിന്റെ വ്യാപാര ശക്തി ഒന്ന് കയറണം കേട്ടോ. എൻ്റെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഭൂതകാല ചരിത്രത്തിൽ അവന്റെ ന്യായവിധി മാറ്റമില്ലാതെ നടന്നിട്ടുണ്ട്. വർത്തമാനകാല ചരിത്രത്തിൽ അവൻ്റെ വിധി നടന്നുകൊണ്ടിരിക്കുന്നു. ഭാവികാല ചരിത്രത്തിൽ അവൻ്റെ വിധി മാറ്റമില്ലാതെ നടക്കും. ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത്, തെറ്റുകൾ മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങുന്ന ഒരുവനല്ല നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവ്. ഭക്തന്മാരുടെ ജീവിതത്തിൽ വർത്തമാനകാലത്ത് വിധികൾ നടക്കും. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് പറയുന്ന ഗൗരവമേറിയൊരു പ്രബോധനം കർത്തൃമേശയോടുള്ള ബന്ധത്തിലുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, കണ്ടംനേഷൻ. അടുത്ത പ്രയോഗം ശ്രദ്ധിക്ക്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതിൻ്റെ അർത്ഥം എന്താ? യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല. കർത്തൃമേശ അടുത്ത് വരുമ്പോൾ കുലുക്കി ഉണർത്തി കൊടുക്കുന്ന കാര്യമല്ല. സെമിറ്ററി സ്ലീപ്പ്, ശ്മശാനത്തിലെ ഉറക്കം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം,
എവിടെ വരെ എത്തും? ബാലശിക്ഷ കല്ലറ വരെ എത്തിക്കും. അങ്ങനാണെങ്കിൽ അങ്ങനെ ഒരുവനാണ് ഈ സഭയ്ക്കകത്ത് ഉലാവിക്കൊണ്ടിരിക്കുന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ, എടുക്കുന്ന കർത്തൃമേശ മുതൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇടനെഞ്ചു പൊട്ടി പറയണം, കർത്താവേ, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഇന്ന് രാത്രി ഒരുക്കണമേ എന്ന്. ഞാൻ ഇന്ന് രാത്രി പ്രാരംഭമായി ഒരു വസ്തുത ചോദിക്കട്ടെ. കർത്തൃമേശയുടെ പുറകിൽ വർത്തമാനകാല വിധിയുണ്ടോ? ഈ കാര്യം അറിയാതെ ചില ആളുകൾ എലി വിഷം തിന്നുന്നത് പോലെ ഇതങ്ങ് എടുക്കും. കോഴി ഇറച്ചി നല്ലതാണ്, പക്ഷേ മഞ്ഞപ്പിത്തം വന്നവൻ കോഴി ഇറച്ചി തിന്നാൽ എങ്ങനെ ഇരിക്കും? അധികം താമസിക്കാതെ പെട്ടി കൂട്ടിക്കൊണ്ടേച്ചാൽ മതി. കർത്തൃമേശ നല്ലതാണ്, എന്നാൽ വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ സ്വന്തം ശരീരത്തിൽ വസിക്കേണ്ടതിന് രോഗശക്തികളെ വിളിച്ചു വരുത്തുകയായിരിക്കും ഫലം. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൃശ്യവസ്തുവിൻ്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടണമോ? ദൃശ്യവസ്തുവിൻ്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ സുഗന്ധലവംഗവും ഒലിവെണ്ണയും വഴനത്തൊലിയും ഒക്കെ ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം തയ്യാറാക്കുന്ന തൈലത്തെക്കുറിച്ച് വചനം പറയുന്നു. ഇതിൽ നിന്ന് അന്യന് കൊടുക്കുകയോ ഈ വിധിപ്രകാരം മറ്റൊന്നുണ്ടാക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവനെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. എന്താ കാര്യം? അതേസമയം ഇതേ തൈലം, അഭിഷേക തൈലം കൊമ്പിലെടുത്തുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അവന്റെ കയ്യിലേക്ക് തൈലം അങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞപ്പോൾ യഹോവയുടെ ആത്മാവ് തൈലത്തിന്റെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. ശമൂവേൽ പ്രവാചകന്റെ തൈലത്തിന്റെ തുള്ളിയായ തുള്ളികൾ ഇതാ ദാവീദിന്റെ ശിരസിന്മേൽ വ്യാപരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ദൈവശക്തി അവനകത്തേക്ക് വ്യാപരിക്കുകയാണ്. ഒരേ തൈലം യോഗ്യമല്ലാതെ ഉണ്ടാക്കിയാൽ ശിക്ഷ, അതേ തൈലം യോഗ്യതയോടെ ഒരു വ്യക്തിയുടെ തലയിൽ പകർന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം. ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടിയ സ്ത്രീയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംഖ്യാപുസ്തകം പറയുന്നു. അവളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിലെ ചാരമിശ്രിതം പ്രതിജ്ഞയോടെ കുടിപ്പിക്കണം. മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിലെ ചാരമിശ്രിതത്തിന് എന്താ ശക്തി? പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ അതവിടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവളുടെ ശരീരത്തെ ബന്ധിച്ച രോഗത്താൽ തകർക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ശാപത്തിന്റെ ശക്തി അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. അവൾ വിശുദ്ധയാണെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കുകയുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്റെ ചാരമിശ്രിതത്തിന് പ്രത്യേക ശക്തിയില്ല. ഗുൽഗുലുവും ഒലിവെണ്ണയും അല്ലെങ്കിൽ ഹൽബാനപ്പശയും നിർമ്മല സാമ്പ്രാണിയും ഒക്കെ ചേർക്കുന്ന പഴയ നിയമത്തിലെ തൈലങ്ങൾക്കോ ചൂർണങ്ങൾക്കോ ഒരു പ്രത്യേക ശക്തിയില്ല. എന്നാൽ അത് ദൈവവിധി പ്രകാരം കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ മേൽ അനുഗ്രഹത്തിന്റെ ശക്തിയും ദൈവഹിതത്തിന് വിപരീതമായി കൈകാര്യം ചെയ്താൽ അത് തൊടുന്ന വ്യക്തികളുടെ മേൽ ശിക്ഷാവിധിയുടെ ശക്തിയും വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഞായറാഴ്ച ഇരിക്കുന്ന കർത്തൃമേശ ബേക്കറിയിലെ ബ്രെഡും മുന്തിരിച്ചാറുമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ കർത്തൃമേശയിൽ അത് തയ്യാറെടുപ്പിച്ച് ഒരു കർത്തൃദാസൻ കൈകളിൽ അത് എടുത്ത് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, ആ കർത്തൃമേശയുടെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ മുൻപിൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അത് അനുഗ്രഹമായി മാറുമ്പോൾ തന്നെ യോഗ്യമല്ലാതെ തൊടുന്ന വ്യക്തികളുടെ മേൽ അത് ദൈവശിക്ഷയായി പരിണമിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളുടെ കണ്ണൊന്ന് തുറക്കുന്ന രാത്രിയാകണം. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവിൽ രാത്രി പറയുന്നു, ചില വിടുതലുകൾ ഈ രാത്രി ഇവിടെ ആരംഭിക്കുന്ന രാത്രിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ സഭയ്ക്കകത്ത് ബലത്തോടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. സാത്താന്യ ശക്തികൾ ചില വ്യക്തികളുടെ മേൽ വെച്ചിരിക്കുന്ന അടിമനുഖങ്ങളെ ആത്മവ്യാപാരത്താൽ ഈ രാത്രി തകർത്തിട്ട് ഒരു വിശേഷ അഭിഷേകത്തോടെ ദൈവാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഗൗരവത്തോടെ ഈ പാഠം ഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ദൃശ്യമായ അപ്പവീഞ്ഞുകളാണ്, പക്ഷേ അദൃശ്യമായ ഒരു ശക്തി അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഞാൻ പറയുന്നു, ഈ ദൃശ്യ വസ്തുവിൻ്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ഇനി ഇവിടെ ഒരു സംശയം സ്വാഭാവികമായി വരാം. ദൈവത്തെ ഭയപ്പെടുക എന്ന തലക്കെട്ടിൽ കർത്തൃമേശ ശുദ്ധമല്ലാതെ കൈകാര്യം ചെയ്താൽ ശിക്ഷ വരുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന എത്രയോ പാർട്ടികൾ കർത്തൃമേശ നാളുകളായിട്ട് ഒരു കുഴപ്പമില്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കിട്ടിയാൽ ഒറ്റ മോന്തിന് അകത്താക്കാനുള്ള വൈരാഗ്യമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഞായറാഴ്ച കർത്തൃമേശ തിന്നുകൊണ്ടിരിക്കുന്ന എത്ര എണ്ണം ഒരു കുഴപ്പമില്ല വർഷങ്ങളായിട്ടിരിക്കുന്നു. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, 3 വിധത്തിലുള്ള വിധിയാണ് വിശ്വാസ സമൂഹത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്നത്. 1, പാപി എന്ന വിധി ഇന്നലെ കഴിഞ്ഞു. 2, മകൻ എന്ന വിധി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 3, ദാസൻ എന്ന വിധി നാളെ ഏൽപ്പിച്ച താലന്തുകളുടെ കണക്ക് ന്യായാസനത്തിന് മുമ്പിൽ ചോദിക്കാൻ തുടങ്ങുന്നു. പക്ഷേ നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വിധി പ്രസക്തിയുള്ളൂ. തൂക്കിക്കൊല്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ജയിൽ പീഡനമില്ല. ചില ആളുകളെ നിത്യ ന്യായവിധിക്ക് ദൈവം സഭയ്ക്കകത്ത് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്.
പെന്തിക്കോസ്തിന്റെ രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെന്ന് ഉറപ്പില്ല. നിത്യതയ്ക്കായി മാറ്റി വെക്കപ്പെട്ടവന് മാത്രമേ ദൈവത്തിന് ബാലശിക്ഷയുള്ളൂ. എന്നാൽ ദൈവമക്കൾ ശ്രദ്ധിക്കണേ, ഈ കർത്തൃമേശ എന്ന ഈ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? കർത്തൃമേശ എന്ന ദൃശ്യ വസ്തു യോഗ്യമല്ലാതെ ആരെങ്കിലും കൈകാര്യം ചെയ്ത് അധികം വരുന്നത് മറ്റെവിടെങ്കിലും വീണാൽ അവിടെ ശക്തി വ്യാപരിക്കുമോ? നിങ്ങൾ ഓർക്കണം, ഈ കർത്തൃമേശ എന്ന ദൃശ്യ വസ്തുവിന്റെ ശക്തിയല്ല, അത് പ്രതിനിധാനം ചെയ്യുന്ന വിഷയത്തിന്റെ ശക്തിയാണ്. ഇന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയോ നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് ആകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾ ഇവിടെ അടുത്ത് നിന്ന് ചില മഞ്ഞ കുങ്കുമത്തുണിയും പച്ചത്തുണിയും വെള്ളത്തുണിയും കൂടെ വാങ്ങിച്ചെന്നിരിക്കട്ടെ. അത് ഭാരത പതാകയുടെ കൃത്യ അനുപാതത്തിൽ അടിച്ചു ചേർത്തു. നടുവിൽ അശോക ചക്രത്തിന്റെ ആരക്കാലുകൂടെ വരച്ചു ചേർത്തു. ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷന്റെ വാതുക്ക ചെന്ന് പോലീസുകാർ നോക്കി നിൽക്കേ, നിങ്ങൾക്ക് ഈ തുണി ഒന്ന് ചവിട്ടി കീറാമോ? ആ വിവരം അറിയും, കഞ്ഞികൂടി കമ്പിയഴിക്കകത്താവും. സ്തോത്രം. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കട്ടെ, ഹേ, എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച തുണി, ഞാൻ തയ്യക്കാരന് കാശ് കൊടുത്ത് തയ്പ്പിച്ചത്, നീ ആരാടാ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് നിന്റെ കുടുംബപ്പേര് വ്യക്തമാക്കുന്ന തുണിയല്ല, ഇത് ഈ രാജ്യത്തിന്റെ അഭിമാനം വ്യക്തമാക്കുന്ന തുണിയാണ്. ഈ രാജ്യത്തിന്റെ അഭിമാനം വ്യക്തമാക്കുന്ന തുണിയോട് നീ അമാതൃക കാണിച്ചാൽ ഈ രാജ്യത്തിന്റെ കോടതി നിന്നെ വെറുതെ വിടത്തില്ലെങ്കിൽ, ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ കർത്തൃദാസൻ പ്രാർത്ഥനയിൽ ഉയർത്തുന്ന അപ്പവിഞ്ഞുകൾ നിന്റെ കുടുംബപ്പേര് വ്യക്തമാക്കുന്നതല്ല, യേശുവിന്റെ കാൽവറിയിലെ തിരുശരീര രക്തത്തിന്റെ സ്മരണയാണ്. അതിനോട് അമാതൃകാപരമായി നിന്റെ കൈനീട്ടി തൊട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ശിക്ഷാക്രമം നീ ഏറ്റുവാങ്ങാതിരിക്കയില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്? ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, വിശുദ്ധി കൂടാതെ നിന്റെ സഭയുടെ നടുവിൽ ഇടപെടാൻ എനിക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാവുന്ന സകല സഹോദരങ്ങളും ആത്മനിയോഗത്തോടെ ചില മിനിറ്റുകൾ ശബ്ദം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന രാത്രിയാണ്. ഇതൊരു സാധാരണ രാത്രിയല്ല. ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികളോട് ആഴത്തിൽ സംസാരിക്കുക. തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണ നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി നിന്നെ കൊണ്ട് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു ദിവസം നിന്നെ പരസ്യകോലമാക്കത്തക്ക വിധം നിന്റെ മനോമണ്ഡലത്തിൽ ആധിപത്യം പുലർത്തുന്ന ചില ബന്ധനങ്ങളെ ഇന്നത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ഒഴുകി ഇറങ്ങിയിട്ട് നിന്റെ ഉള്ളിൽ നിന്ന് കെട്ട് അഴിച്ചു മാറ്റി ഇന്ന് രാത്രി സ്വാതന്ത്ര്യത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ആ കരം ബലത്തോടെ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാചകമാണ്, ദൈവമേ, നിന്റെ കരം എനിക്ക് പ്രതികൂലമാകരുതേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറക്കരുത്, ന്യായം വിധിക്കുന്ന ഒരു കരം ഇതിന് പുറകിലുണ്ട്. ആ വിധിയുടെ ദിവസം നമ്മുടെ കൺമുൻപിലുണ്ട്. ആയതുകൊണ്ട് ഭയത്തോടെ കർത്താവിനെ സേവിക്കുക. എത്രയോ വിഷയങ്ങൾ, എത്രയോ കാര്യങ്ങൾ എൻ്റെ കൺമുൻപിൽ എനിക്ക് തെളിവ് പറയുവാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവിക വിധി ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വസ്തുത ഓർക്കണം. ഇന്ന് രാത്രി ദൈവത്തെ എന്തുകൊണ്ട് ഭയപ്പെടണം എന്ന ചിന്ത പഠിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട സബ്ജക്റ്റ്, ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ശബ്ദമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഉണർ ഒരു ശകലം കുറയാൻ സാധ്യതയുള്ള ഭാഗമായത്. ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ല. പറയാം, ദൈവത്തിൻ്റെ കാലഗണനയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കാലഗണനയുടെ കാലാനുപാതം പഠിച്ചോ. 1000 കൊല്ലം കഴിയാൻ ഒരു യാമത്തിൻ്റെ ലാഘവമേ ദൈവത്തിനുള്ളൂ. ഒരു രാത്രിക്ക് എത്ര യാമമുണ്ട്? 4 യാമം. സന്ധ്യായാമം, അർദ്ധരാത്രി യാമം, കോഴികൂവുന്ന യാമം, പ്രഭാതയാമം. ഒരു ദിവസത്തിന് എത്ര യാമമുണ്ട്? 8 യാമം. 3 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ഒരു യാമം 8 യാമം. അങ്ങനെയാണെങ്കിൽ ഒരു യാമം കഴിയുന്ന ലാഘവമേ ഉള്ളൂ ദൈവത്തിന് 1000 കൊല്ലം കഴിയാൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വസ്തുത പറയാം. ആദ്യമേ ആദാമിനെ സർവശക്തൻ ഈ ഭൂമിയിലാക്കിയതിന് ശേഷം ഒരു ദിവസം പൂർണ്ണമായിട്ടില്ല സർവശക്തന്റെ കലണ്ടറിൽ, ഘടികാരത്തിൽ. നമുക്കോ കൂടിയാൽ 70, അല്ലെങ്കിൽ 70-80 കൊല്ലം കൊണ്ട് ചിന്തിക്കുന്ന ഈ കണഞ്ഞാങ്കുടുക്ക പോലുള്ള തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിത്യത്വത്തിൻ്റെ കാലഗണന ഗ്രഹിക്കാൻ എനിക്ക് നിനക്ക് കഴിവില്ല. അതുകൊണ്ട് ദൈവം പൊട്ടനാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ദൈവം ഒരു ദിവസം കൊണ്ടല്ല കണക്ക് തീർക്കുന്നത്, അവൻ കാലം കൊണ്ട് കണക്ക് തീർക്കുന്ന ദൈവമാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ എത്ര പേര് ഈ രാത്രി യോഗത്തിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കും. ചില വിഷയങ്ങൾക്ക് നടുവിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ നടപടി ഉയരും. ചില വിഷയത്തിൽ ദൈവം മൗനമായിരിക്കുന്നത് അവൻ അന്ധനായത് കൊണ്ടല്ല, അവൻ്റെ സമയം കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ഈ രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ഒരു ദിവസം കൊണ്ടല്ല കണക്ക് തീർക്കുന്നത്. എൻ്റെ ദൈവം നീതിയോടെ ന്യായം വിധിക്കും. ആ ന്യായവിധി കാലം കൊണ്ടുള്ള കണക്ക് തീർപ്പായിരിക്കും.
തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പുമായി ഒരു നിലകളിലും ദൈവത്തിന് സ്തോത്രം സത്യസന്ധതയില്ലാതെ പോകുന്ന ചില ആളുകൾ ഒരു കുഴപ്പവും ഇല്ലാതെ തുടരുകയും പരമാർത്ഥതയോടെ പോകുന്ന ആൾക്കാർ ചിലർ വളരെ വേദന അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ചില പരമാർത്ഥികൾ ചോദിക്കാറില്ലേ, ദൈവം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ പറയാം, നിങ്ങളിന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് 50 കൊല്ലം കഴിഞ്ഞ് സത്യസന്ധതയോടെ ദൈവത്തെ സേവിക്കുന്നവന്റെ തലമുറയുടെ ഭാവി എഴുതി വയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട തലമുറ. എന്നാൽ തൽക്കാലം തട്ടിപ്പിൽ ചിലർ വിജയിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരം ചില വിഷയത്തിന്മേൽ ഉയർന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ആരെ കൊണ്ട് സാധ്യമല്ലെന്ന് ഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ നിന്ന് ശബ്ദം ഉയർത്തി പറയണം, കർത്താവേ, കയ്യിൽ കറപറ്റാതൊരു പവിത്ര ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരണം. വർത്തമാനകാലത്ത് ദൈവത്തിൻ്റെ വിധി കൃത്യമായി ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ് വേദപുസ്തകത്തിൽ മറ്റൊരിടത്തുമില്ല. നമുക്കറിയാം, 325 ആണ്ട് ഇടയിൽ 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുനിയിൽ ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ച് രൂപപ്പെടുത്തിയ നിക്കിയ വിശ്വാസ പ്രമാണം. ഈ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ടാണ് വിശ്വാസ പ്രമാണ രൂപീകരണം നടക്കുന്നത്. അതിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാഗം എവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും സുറിയാനി ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഭാഗം നന്നായിട്ട് അറിയാം. തുടങ്ങിയിരിക്കുന്ന ഇങ്ങനെ: ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ ശുശ്രൂഷയും കഴിയുമ്പം ഇത് ചൊല്ലിയേച്ചേ പള്ളിക്കാർ അവസാനിപ്പിക്കത്തുള്ളൂ. മധുബാഹയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് സാക്ഷിയാക്കിക്കൊണ്ട് ശിശുസ്നാനത്തിന് വേണ്ടി മാമോദീസ തൊട്ടിയുടെ അടുക്കൽ ശുശ്രൂഷ കഴിഞ്ഞ് പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടുമ്പം ഇത് പറഞ്ഞേ വിടത്തുള്ളൂ. അവസാനം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ ഒരാൾ വരാനുണ്ട്, കുഞ്ഞെ മര്യാദയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞ് ഇത് കൊടുത്തു വിടുന്നത്. പിന്നെ വഴിക്ക് കയറുകയില്ല. പിന്നെ കെട്ടാനും കെട്ടിക്കാനും കൂടി ഒരു പോക്ക. പട്ടും സിൽക്കും ഓർഗണ്ടിയും ഒക്കെ ഉടുത്ത് അതുപോലെ സാക്ഷി നിർത്തി ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അവസാനം ഇത് പറയും: ചാടിത്തുള്ളി പാൻ വരട്ടെ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ ഒരാൾ വരാനിരിപ്പുണ്ട്, മര്യാദയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞാൽ പിന്നെ വഴിക്ക് കയറുകയില്ല. പിന്നെ എടുത്തോണ്ടൊരു പോക്ക. സ്തോത്രം. ചക്കര കയറയിൽ വെച്ച് പെട്ടി താഴോട്ട് ഇറക്കി വെച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് മണ്ണും വാരിയിട്ട് ഇത് പറഞ്ഞേച്ചേ നിർത്തൂ. ഏത്? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ ഒരാൾ വരും, ബാക്കി അവിടെ കിട്ടിക്കോളുമെന്ന്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് മാത്രം ഇതൊന്നും കേൾക്കാൻ നേരമില്ല. നമുക്കെപ്പോഴും ഉണർവിൻ്റെ 100-ൽ കത്തി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനൊരു ദിവസം മുൻപിലുണ്ടെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഭയത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. ഒരു ന്യായവിധി ദിവസം വരുന്നു, കണക്ക് തീർക്കുന്ന ദിവസം. ഗ്ലോറി, 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 ഗ്ലോറി. എത്ര ദൈവമക്കൾ ഇവിടെ നിന്ന് നിത്യതയെ കണ്ടുകൊണ്ട് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ ഗൗരവം ഒന്ന് തിരിച്ചറിഞ്ഞാൽ അറിയാതെ കർത്താവിനെ ആരാധിക്കാതിരിക്കുകയില്ല. അവൻ്റെ കരം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ വാദിക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ ബന്ധിക്കാൻ എൻ്റെ നാഥൻ്റെ കരത്തിന് ശക്തിയുണ്ടെങ്കിലും ഇന്ന് രാത്രി കർത്താവെ, നിന്റെ ഹിതത്തിന് വിപരീതമായ ഒന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ എൻ്റെ വർത്തമാനകാലത്തെ സൂക്ഷിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇത്രയും പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ്, ദൈവത്തെ ഭയപ്പെടുക എന്നൊരു സബ്ജക്റ്റ് വേദപുസ്തകത്തിൽ മറ്റൊരിടത്തുമില്ല. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവാചകനായ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് സ്വന്തം മകനെ കൈകളിലെടുത്തുകൊണ്ട് പേര് കൊടുക്കുമ്പോൾ മെതുശലേഹ്, മൃത്യുശലേഹ്, മരണം വരും എന്ന് പ്രവചിച്ച ആ കർത്തൃദാസൻ പ്രവചിച്ച ഒരു പ്രവചനത്തെക്കുറിച്ച് യൂദാ 15-ൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമുണ്ട്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്താൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു. കർത്താവ് വരും, എല്ലാവരും പോകും, തൂത്തുവാരി സ്വർഗത്തിൽ കൊണ്ടുചെന്നിരുത്തി സകല കിരീടവും തലേ തന്ന നിത്യത മുഴുവൻ തുള്ളിച്ചാടിക്കും എന്നാണ് ധാരണ. എങ്കിൽ തെറ്റി. അവൻ വരും, കണക്ക് ചോദിക്കും. സ്തോത്രം പറയാൻ എത്ര പേരുടെ പ്രിയപ്പെട്ടവരുടെ നാവുകളിൽ ചലിക്കും. പാസ്റ്റർ ആയാലും, സെന്റർ പാസ്റ്റർ ആയാലും, പ്രസ്ബിറ്റർ ആയാലും, കൗൺസിൽ മെമ്പർ ആയാലും, അച്ഛനായാലും, റമ്പാച്ചനായാലും, മെത്രാച്ചനായാലും, കർദിനാളായാലും, പോപ്പായാലും
ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ വെളിച്ചത്തിലല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ കണക്ക് തീർക്കാൻ തുടങ്ങുന്ന ഒരു ജഡ്ജി വരാൻ തുടങ്ങുന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് സ്തോത്രം ചെയ്യുക മാത്രമല്ല, കണക്ക് തീർക്കേണ്ടി വരുമ്പോൾ എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ചിന്തിക്കാൻ നിങ്ങളെ തന്നെ ഒരുക്കുന്ന രാത്രിയായി രാത്രി തീരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ് വേറെയില്ല. ചില വാക്യങ്ങളുടെ നിങ്ങൾ ഇന്ന് രാത്രി ഒരു ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ ദൈവഭയത്തോടുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ഗ്രഹിക്കേണ്ട ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി 18:25 ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. ഉൽപ്പത്തി 18:25 വേഗം. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ഞാൻ സേവിക്കുന്ന ദൈവം ആരാ? എന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം ആരാ? ഞാൻ സേവിക്കുന്ന ദൈവം ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരെ കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ആ ധന്യനായ ഏകാധിപതിയായി ഞാൻ സേവിക്കുന്ന ദൈവം സർവ്വഭൂമിക്ക് ന്യായാധിപതിയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ആരൊക്കെ കാര്യങ്ങൾ എവിടെ കൊണ്ട് മറച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരം എഴുന്നേറ്റ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി വിധിയായി എവിടെയും വെളിപ്പെടും. അതിന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, കർത്താവേ നീ സാധാരണക്കാരനല്ല, നീ കാലാവസ്ഥയെ കൊണ്ട് ഈ മണ്ണിനോട് കണക്ക് തീർത്തിട്ടുള്ള ദൈവമാണ്. നിന്റെ കരം ഉയർന്നാൽ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലെ ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും ഇന്ന് രാത്രി ഇത് ആത്മാവിൽ തിരിച്ചു പറയണം. സോദോം ദഹനവേളയിൽ അബ്രഹാമിൻ്റെ മധ്യസ്ഥത ഉയരുകയാണ്. ആ സമയത്ത് ദൈവത്തെക്കുറിച്ച് പുരാതന ഭക്തനായ അബ്രഹാം പറയുന്ന വാക്കുകളാ, നീ സാധാരണക്കാരനല്ല, നീ സർവ്വഭൂമിക്കും ന്യായാധിപനായ ദൈവമാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഞാൻ പറയട്ടെ. സ്തോത്രം. കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തിപ്പിടിച്ചേ. ഈ കാലാവസ്ഥയുടെ പുറകിൽ മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്ന ശക്തമായ റിപ്പോർട്ടുകൾ ഞാൻ പറയാം. ദൈവത്തിന് ആത്മാവ് കാലാവസ്ഥയുടെ പുറകിൽ ഉയർന്നു നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കാണാൻ പറ്റത്തില്ലെങ്കിലും ഉത്തര ദിക്കിൽ നിന്ന് കുളിരും ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് കൊടുങ്കാറ്റ് വരുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ നീർക്കട്ട ഉളവാകുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും കൊടുങ്കാറ്റ് ചെയ്യേണ്ടതിന് ഭൂമിയുടെ ഉപരിഭാഗത്ത് കൊടുങ്കാറ്റ് ചുറ്റി സഞ്ചരിക്കുന്നു. ദേശത്തിൻ്റെ ശിക്ഷയ്ക്കായോ നന്മയ്ക്കായോ അവൻ അത് വരുത്തുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. കാലാവസ്ഥയെ കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ഏത് ദേശത്ത് ശിക്ഷ വേണോ ആ ദേശത്തേക്ക് അത് അയക്കത്തക്ക വിധം പ്രകൃതിയുടെ കടിഞ്ഞാൻ കൈകളിലെടുത്തിരിക്കുന്ന ഒരുവനുണ്ട്. അത് ഞാൻ സേവിക്കുന്ന കർത്താവാണ്. അവൻ്റെ കരം ചലിച്ചാൽ കാലാവസ്ഥ തകിടമറിയും. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ന്യൂ ഓർലിയൻസ് പച്ചപ്പട്ടു വിരിച്ചതുപോലുള്ള മേഖലയാണ് ന്യൂ ഓർലിയൻസ്. ഗേ ലെസ്ബിയൻ സമൂഹത്തിൽപ്പെട്ട ആളുകളായി അവിടെയുള്ള ആളുകൾ മാറി. എൻ്റെ ഒരു സ്നേഹിതൻ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഒരു ബിസിനസ് ആവശ്യത്തിന് അവിടെ എത്തി. അദ്ദേഹം ആ ക്രമീകരണങ്ങൾ ഏർപ്പെടുമ്പോൾ ഒരു ഹോട്ടൽ മുറി പ്രതീക്ഷിച്ചു. ആ നാട്ടിൽ കിട്ടിയില്ല. അടുത്ത ദിവസങ്ങൾ നടക്കാൻ തുടങ്ങുന്ന ഒരു വലിയ പ്രോഗ്രാമിന് വേണ്ടി ആ മണ്ണ് ഒരുങ്ങുകയാണ്. പൂർണ്ണ നഗ്നരായ പെൺകുട്ടികൾ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ നടത്തുന്ന മ്ലേച്ഛമായ നൃത്തത്തിൻ്റെ അടുത്ത രാത്രിയിൽ, ദൈവത്തിന് സ്തോത്രം, കടൽ തീരത്ത് നടത്താനിരുന്ന ഒരു ഗേ ലെസ്ബിയൻ പ്രോഗ്രാമിൻ്റെ തലേ രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റുകൊണ്ട് ആ മണ്ണിനെ തൂത്തുവാരി അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങളെ ദൈവം സ്രാവിന് ഊണാക്കിയെങ്കിൽ അവൻ്റെ കരം ഇന്ന് രാത്രിയും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറഞ്ഞ അവൻ മരിച്ചിട്ടില്ല, വർത്തമാനകാലത്തെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി, സ്തോത്രം പറയാൻ ചിലർക്ക് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഭയം ബാധിച്ചിട്ടില്ല. ദൈവഭയം മനസ്സിൽ ചലിക്കുന്ന ദൈവമക്കൾ തിരിച്ചു പറ, ഇതിൻ്റെ പുറകിൽ മനുഷ്യൻ്റെ കരമല്ല ഉയർന്നു നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരമെന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? ചരിത്രത്തിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടുപിടിച്ചത് എവിടാ? നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. എയ്ഡ്സിന്റെ ഉത്ഭവം ഹെയ്ത്തിയിലാണ്. ഹെയ്ത്തി പ്രോട്ടോപ്രിൻസ് തലസ്ഥാനമാക്കി പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഹെയ്ത്തിയിൽ ഒരു ചൊവ്വാഴ്ച നമ്മളെപ്പോലെ എല്ലാവരും കിടന്ന് ഗാഠമായി ഉറങ്ങിയപ്പോൾ ദൈവം ആ ഹെയ്ത്തി ഒന്ന് പിടിച്ചു കുലുക്കി. 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ തീ വരുന്നുണ്ട് എന്ന് പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്ത് ഇരുന്ന് ചിന്തിക്കണം. കണ്ണടച്ചുറങ്ങുന്ന ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. അവന്റെ വിധി വർത്തമാനകാലത്തുണ്ട്, മറക്കരുത്. ഗ്ലോറി, 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 ഗ്ലോറി. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടകന ഉദരാധികന യാരകനക. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാല രാത്രികാലം ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ദൈവകരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നു. ഞാൻ ഒരിക്കൽ ഇന്തോനേഷ്യയിലെ ക്രൈസ്തവ പീഡനത്തിന്റെ പരമ്പര മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ചിത്രം കണ്ട അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു. എൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ പിക്ചറിൽ വീണു. ഒരു പ്രത്യേക ഗ്രാമപ്രദേശം, ഒരു മോപ്പിഡ് ബൈക്കിൻ്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ പാതി എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ്റെ കയ്യിൽ 4 തലയുണ്ട്, ലിറ്ററലായി 4 തലയുണ്ട്.
ആ 4 തലയിൽ 2 തല സഹോദരിമാരുടേതാണ്. തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് കഴുത്തിലൂടെ ചോര ഇങ്ങനെ ഒഴുകുകയാണ്. മറ്റേ തല 2 സഹോദരന്മാരുടെ തലയാണ്. തലമുടി ചേർത്ത് പിടിച്ചിരിക്കുന്നു, ചോര ഇങ്ങനെ ഒഴുകുന്നു. അടിക്കുറിപ്പുണ്ട്. ഇസ്ലാം സമൂഹത്തിലെ തീവ്രവാദികൾ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിട്ട ആക്രോശങ്ങൾക്ക് നടുവിലെ ക്രൈസ്തവ പീഡനത്തിന്റെ ചിത്രമാണ്. നിങ്ങൾക്കറിയാമോ, ആ ഡിസംബർ 24 ഒരൊറ്റ ക്രൈസ്തവനെ ഈ പ്രതലത്തിൽ കാണരുതെന്ന് പറഞ്ഞ് ക്രൈസ്തവരെ മുഴുവൻ നിങ്ങളുടെ ദേവന്റെ ജന്മദിവസമാണ് നാളെ, ഓടി മലമുകളിൽ കയറിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഓടിച്ചു കയറ്റി. അന്ന് രാത്രിയിൽ ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും കൂടെ ഇന്ത്യൻ ഭൂഗർഭത്തെ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്റർലോക്കായി കേട്ടോ. കടൽ 7000 കിലോമീറ്റർ വേഗതയിൽ ഓടി. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവർ കഴുത്തറത്ത് നൃത്തം ചെയ്ത സ്ഥലം സമുദ്രത്തിനടിയിലാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നുണ്ട്. എൻ്റെ ദൈവം മിണ്ടാതിരിക്കയില്ല. എൻ്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇവിടെ ഇത്രയും ദൈവമക്കൾ ഇന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രപഞ്ച കോടതിയുടെ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രഹാം സ്റ്റെയിൽസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും വണ്ടിക്കകത്തിട്ട് എണ്ണ ഒഴിച്ച് തീ കൊടുക്കുമ്പോൾ പുറകിലത്തെ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങി 2 കുഞ്ഞുങ്ങളെ നെഞ്ചിലോട്ട് വാരിയിട്ട് ഇറങ്ങാൻ നേരത്ത് തൃശൂലം കൊണ്ട് കുത്തി അകത്തോട്ട് മലത്തിയിട്ട് വീണ്ടും എണ്ണ ഒഴിച്ച് കത്തിച്ചപ്പോൾ ദാരാസിംഗം കൂട്ടരും വിചാരിച്ച് ചോദിക്കാനും പറയാനും ആളില്ലെന്ന്. എന്നാൽ അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോണിനെ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്തവനാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ അവൻ മരിച്ചിട്ടില്ല കേട്ടോ. അവൻ ട്രാൻസ്ഫർ ആയിട്ടില്ല, അവൻ അവധി എടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല. നീതിയോടെ വിധിക്കുന്നവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തിപ്പറ, നീ സാധാരണക്കാരനല്ല, നിന്റെ വിധി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ചിരാതൽ ഘടക രബ്ദരാ ദിഗനയാറകൾ ഘടക രബ്ദരാ ദിഗനയാറകനക. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ചില കുടുംബങ്ങളുടെ മേൽ വാഴുന്ന ഇരുളിൻ്റെ അധികാരങ്ങൾ, എൻ്റെ കുടുംബത്തിന്മേൽ അതിൻ്റെ പണി നടത്തരുതെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കണം. ചില ഭവനങ്ങളെ വാഴുന്ന ശാപത്തിൻ്റെ കെട്ടുകളെ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. അഭിഷേകത്തിൻ്റെ തൈലനദി ഒഴുകുന്ന ഈ രാത്രി, ദൈവപ്രവർത്തിക്കുന്ന വ്യക്തികളെ തൊടുന്ന ഈ രാത്രി, പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കുന്ന രാത്രി, തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഇത് സാധാരണ രാത്രിയല്ല, അവൻ സർവ്വ ഭൂമിക്കും ന്യായാധിപനാ. അപ്പോ അബ്രഹാമിന്റെ ആ പദപ്രയോഗം, ആ പദം ശ്രദ്ധിക്കണം. അവൻ കേവലം ഒരു പ്രദേശത്തിന്റെ ദൈവമല്ല, അവൻ സർവ്വഭൂമിക്കും ന്യായാധിപനാ. ഇനിയും ദൈവത്തിന്റെ ദാസനും പുരാതന ഭക്തനുമായ ഇയ്യോബിന്റെ ഭാഷ, ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് 29-ാം വാക്യം വേഗം വായിച്ചാൽ. ഇയ്യോബ് 19:29 വേഗം. വാളിനെ പേടിപ്പിൻ, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളുവിൻ. ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. വായിച്ച കുറിവാക്യം നിങ്ങൾ മറക്കരുത്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവജനം ഇന്ന് രാത്രി ഓർക്കണം, വിശുദ്ധമായൊരു ഭയം നമ്മെ ഭരിക്കണം. ദൈവത്തിൻ്റെ കരം പ്രകൃതിയുടെ പുറകിൽ മാത്രമല്ല, നമ്മുടെ ജീവന്റെ പുറകിലും ചലിച്ചുകൊണ്ടിരിക്കുന്നു. വാളിനെ പേടിപ്പീൻ, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുവീൻ. അത് വർത്തമാന കാലത്തുമുണ്ട്, അത് ഭാവി കാലത്തുമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു സഭാസ്ഥാനം, ഒരു സഭയ്ക്കകത്തുണ്ടായ ഒരു ആഭ്യന്തര വിഷയത്തിൽ ചർച്ചയ്ക്കെത്തിയതാണ് അവർ. ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഒരാളിനെ നീതീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സഭയിലെ ചില പ്രമുഖന്മാർ സഭാസ്ഥാനത്ത് ചില വിഷയങ്ങളുമായി സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ട് പരിഹാരമില്ലാതെ തുടരുമ്പോൾ, നിങ്ങൾ പേര് പറഞ്ഞാൽ അറിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ പേര് മറച്ചു വെച്ച് പറയുന്നു. ആ സഭാസ്ഥാന ഓഫീസിന്റെ പുറത്തേക്ക് വന്നിട്ട് പ്രസിഡന്റായ ദൈവദാസൻ പറഞ്ഞു, സഹോദരന്മാരെ അകത്തോട്ട് കയറിയിരി, പ്രശ്നം പ്രാർത്ഥിച്ച് തീർക്കാൻ പോവുക. എല്ലാവരും കൂടെ കൗൺസിൽ ഓഫീസിന്റെ അകത്തോട്ട് കയറി. ഏറ്റവും മുൻപിലത്തെ ഭാഗത്തേക്ക് പ്രധാന സഹോദരനെ വിളിച്ചിരുത്തി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. ഈ സഹോദരന്റെ തലയിലോട്ട് കൈവച്ച് ആ സഭാ പ്രസിഡന്റ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദൈവമേ, ഇവൻ വിശുദ്ധനെങ്കിൽ നീ ഇവനെ നീതീകരിക്കണം, അവൻ അശുദ്ധനെങ്കിൽ നീ അവനെ ന്യായം വിധിക്കണം. ഞങ്ങളുടെ കോടതിക്ക് കഴിയാത്തത് നിന്റെ കോടതിക്ക് കൈമാറുകയാണ്, അങ്ങയുടെ കരം ഇതിന്മേൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, സഹോദരന്മാർ പോയി കിഴക്ക് വനത്തിൽ ഈറ്റ വെട്ടുന്ന തൊഴിലായിരുന്നു ഇവർക്ക്. ഒരു രാത്രിയിൽ 4 സഹോദരന്മാർ ഒരുമിച്ച് ഒരു പകലിൽ ഈറ്റ വെട്ടാൻ പോയതാണ്. വനത്തിനകത്ത് ഈറ്റ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാടനക്കം. ശ്രദ്ധിച്ചപ്പോൾ ഒരു കൊലക്കൊമ്പൻ ഇറങ്ങി വരികയാണ്. ഇവർ 4 പേരും ഓടി. പക്ഷേ ഇദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊമ്പൻ ഓടിച്ചെന്ന് തുമ്പിക്കൈ കൊണ്ട് ഈ ഓടിപ്പോകുന്ന ആളിനെ അടിച്ച് നിലത്തിട്ടപ്പോൾ ബാക്കി 3 സഹോദരന്മാരും മരത്തിൽ കയറി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു കാൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിപ്പിടിച്ച് വലിച്ച് 2ആയി കീറിയതിന് ശേഷം
ആ ഡെഡ് ബോഡിക്ക് കാവൽ നിന്ന് തീ കത്തിച്ചടുക്കാൻ ശ്രമിച്ചിട്ട് പോലും 48 മണിക്കൂറോളം ആ ഡെഡ് ബോഡിക്ക് ആന കാവൽ നിന്ന കാര്യം കേട്ടപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നീതിയോടെ വിധിക്കുന്നവൻ്റെ കരം സഭയുടെ പുറകിൽ ചലിക്കുന്നുണ്ട്. ചിലതിന് കാലതാമസം വരുന്നത് ദൈവം കാണാത്തത് കൊണ്ടല്ല, ദീർഘക്ഷമ കൊണ്ട് ദൈവം മടങ്ങി വരാൻ അവസരം കൊടുക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, വാളിനെ പേടിപ്പീൻ, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുവീൻ. ഗ്ലോറി, ഹല്ലേലൂയ. ഇത്ര പ്രാധാന്യമുള്ളൊരു വിഷയം നിങ്ങൾക്കറിയാമോ? സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസൻ ശലോമോൻ പറയുന്നു, നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും അതിൻ്റെ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രസംഗിക്കാൻ അജണ്ട ഏൽപ്പിച്ച കർത്താവ്, പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച സബ്ജക്റ്റ് ദൈവഭയത്തോട് ബന്ധപ്പെട്ട. സ്തോത്രം. തിരുവഴുത്തിലേക്ക് വന്നാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രവർത്തികൾ 10:42 വായിച്ചാട്ടെ. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. കണ്ടോ, ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കിയേക്കാമെന്ന് പ്രസംഗിക്കണമെന്നല്ല ഞങ്ങളെ ഏൽപ്പിച്ചത്. ആൾക്കൂട്ടത്തിന്റെ മാനസിക നില മനസ്സിലാക്കി ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ സംവിധാനത്തിലൂടെ ഒരു വൈകാരിക ഉണർവ് ഉണ്ടാക്കണമെന്നും അല്ല ഞങ്ങളെ ഏൽപ്പിച്ചത്. ഞങ്ങളെ ഏൽപ്പിച്ച പ്രസംഗത്തിന്റെ കാമ്പും സത്വം ഇതാണ്: ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്താൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടൊരു കോടതി ജഡ്ജി വരുന്നുണ്ടെന്ന് ജനത്തോട് പ്രസംഗിക്കണം. രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചേ, സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം, സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റ് ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ, ആളിനെ തൂക്കിലിടാൻ വിധിച്ചാൽ പിന്നെ ഗതികേട് തന്നെയാണ്. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി, സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് 100 നാട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു ദയാഹർജി, എൻ്റെ പൊന്നെ ഏമാനെ രക്ഷപ്പെടുത്തണേ, ഭാര്യയും പിള്ളേരും ഉണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു ദയാഹർജി കൊടുത്ത് ആ ദയാഹർജിയും തള്ളി പുള്ളിയെ തൂക്കിലിടാൻ അങ്ങ് വിധിച്ചെന്നിരിക്കട്ടെ. വിധി നടക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ അതുവഴി പോയ പോലീസുകാരൻ സെല്ലിലോട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ അഭീകരമായ കാഴ്ച കണ്ടു. കാഴ്ച മറ്റൊന്നല്ല, തൂക്കിക്കൊല്ലാൻ അടുത്ത പ്രഭാതത്തിൽ കൊണ്ടുപോകേണ്ടയാൾ സെല്ലിൽ ചത്ത് കിടക്കുന്നു. എങ്ങനെ ഇരിക്കും വിധി? കോടതിയും വിധിയും ജഡ്ജിമെന്റ് നിയമങ്ങളൊക്കെ അറിയാവുന്ന സദസ്സിൽ വിജ്ഞരായ ഒരു സമൂഹമാണല്ലോ എൻ്റെ മുൻപിലിരിക്കുന്നത്. വിധി നടക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി മരിച്ചാൽ എങ്ങനെ ഇരിക്കും കോടതി വിധി? വിധി നടക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി മരിച്ചാൽ പറയാം, ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഓമന പുത്രൻ്റെ കോടതി കൂടുന്നതിന് മുൻപ് ഇവിടെ ഏതൊരു പ്രതി എങ്ങനെയൊക്കെ മരിച്ചാലും വിധി മരണം കൊണ്ട് അസാധുവാക്കാതെ ചത്ത് കിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവാകയാൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ ഭരിക്കേണ്ട മാനസിക അവസ്ഥയാണ് ദൈവഭയം. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ദൈവത്തിന് ആത്മാവ് വിളിക്കുന്നു, ഭയം ഭരിക്കട്ടെ ആത്മീക സമൂഹത്തെ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം പത്രോസിനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വിശുദ്ധ വേദപുസ്തകത്തിലെ 1-ാമത്തെ പ്രസംഗ വിഷയം ദൈവഭയം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിളിച്ചു പറഞ്ഞ ഭാഷയിലെ പ്രയോഗം ദൈവഭയം. പുരാതന ഭക്തനായ ഇയ്യോബിന്റെ വാക്കുകൾ നിഴലിച്ചു നിന്ന പ്രയോഗം ദൈവഭയം. ഭക്തത്രയങ്ങൾ പ്രധാനിയായ അബ്രഹാം മാത്രമല്ല, ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറഞ്ഞ വിഷയം ദൈവഭയം. യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ജഡം ധരിച്ച കർത്താവിന്റെ പഠിപ്പിക്കലിൽ മുതിർന്നു വന്ന പ്രയോഗം എന്താ? സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും ദൈവഭയം. 1-ാമത്തെ പ്രസംഗകനായ പത്രോസിനെ താക്കോലേൽപ്പിച്ച കർത്താവ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച വിഷയം ദൈവഭയം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കർത്തൃദാസൻ ബന്ധിക്കപ്പെട്ടവനായി ഒരു കോടതി മുൻപാകെ നിൽക്കുകയാണ്. ജഡ്ജി ചില്ലറക്കാരനല്ല, ഫെലിക്സ് ദ്രുസില്ല ദമ്പതികളാണ്. പത്നി സമേതം ജഡ്ജി സിംഹാസനസ്ഥനായിരിക്കുന്നു. പ്രസംഗിക്കാൻ വിളിച്ച ദൈവദാസനെ വിളിച്ചപ്പോൾ വിഷയം കൊടുത്തേച്ചാ വിളിച്ചത്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് വേണം പ്രസംഗിക്കാൻ എന്നാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളത്. പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കയറി നീതി. അനീതിയുടെ കോടതിയിൽ അഴിഞ്ഞാട്ടക്കാരനായിരിക്കുന്ന ജഡ്ജി, ഇവിടുത്തെ കോടതികളെല്ലാം അസാധുവായാലും അസാധുവാകാത്ത ഒരു കോടതി ജഡ്ജി ഇതിന് മുകളിലുണ്ട്. അതുകൊണ്ട് നീതിയോടെ വിധിക്കുന്ന ആ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. സ്തോത്രം. നീതി, ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എന്തോ ജയമാ? ഇന്ദ്രിയ ജയം, അവയവങ്ങളുടെ വൈകാരികതകളിലുള്ള ജയം. വിശുദ്ധി കൂടാത്ത പോക്ക്, നിന്റെ പാപത്തിന്റെ പുളിച്ച അശുദ്ധി കണ്ടുകൊണ്ട് കണ്ണടയ്ക്കുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. നിന്റെ പാപത്തിന്മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ദുർസില്ല എന്നാണ് അവളുടെ പേര്. അവൾ യഹൂദ സ്ത്രീ ആയിരുന്നു എന്നാണ് 24-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം പറയുന്നത്.
റോമാക്കാരൻ്റെ കൈക്ക് പിടിച്ച് അരിഞ്ഞാട്ടത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുക. ഈ വഴിതെറ്റിയ ജീവിതത്തിന് നേരെ പ്രസംഗത്തിൻ്റെ മുന കുത്തി കയറുക. സ്തോത്രം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ പരവേശം കൂടുമ്പോൾ വെള്ളം കുടിക്കാനാണ് ഇവിടെ കൊണ്ടുവന്ന് വെള്ളം വെച്ചേക്കുന്നത്. പക്ഷേ അന്നത്തെ പ്രസംഗത്തിൽ പ്രസംഗകനാണ് വെള്ളം കുടിച്ചത്, കേട്ടവനാണ് വെള്ളം കുടിച്ചത്. എടാ, കേട്ടവനെ വെള്ളം കുടിപ്പിച്ചാലും വേണ്ടുകയില്ല, ഏൽപ്പിച്ച ദൂതിയ മുഖം നോക്കാതെ പറയുമെന്ന് ദർശനം പ്രാപിച്ച ഒരു പൗലോസ് ഉണ്ടെങ്കിൽ നിന്നെ നാളെ നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. അവൻ ശക്തമായി വിളിച്ചു പറഞ്ഞു, ഇന്ദ്രിയ ജയം. എൻ്റെ ചിന്ത ഞാൻ പറയാം. ഇയാൾക്ക് പ്രസംഗം മനസ്സിലാകുന്നതിനേക്കാൾ യഹൂദ സ്ത്രീയായ അവൾക്കാണ് പ്രസംഗം ശരിക്കും മനസ്സിലാകാൻ സാധ്യത. പ്രസംഗം കത്തിക്കാളി കയറി വരുമ്പോൾ അച്ചായനെ കൊച്ചമ്മ ചൊറിഞ്ഞേച്ച് പറഞ്ഞു കാണും, അച്ചായ അങ്ങേരോട് നിർത്താൻ പറ. അച്ചായനെ കൊച്ചമ്മ ചൊറിഞ്ഞു. കൊച്ചമ്മയുടെ താല്പര്യത്തിനനുസരിച്ച് അച്ചായൻ പ്രസംഗം നിർത്തിച്ചു. പക്ഷെ പിറ്റേ കൊല്ലം ഈ ശുശ്രൂഷ നടക്കാൻ കോടതി വിധിയുടെ മുൻപിൽ പൗലോസ് വന്നപ്പോൾ പുള്ളി ജീവനോടില്ലായിരുന്നു. ഇന്ന് രാത്രി ആലോചന ഞാൻ വിളിച്ചു പറയാം. അനുതാപത്തിന് അവസരം തരുമ്പോൾ കവിണ് വീഴുന്നതാണ് അനുഗ്രഹം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം തന്നെ ചലിക്കും. സ്തോത്രം. എന്നിട്ട് പൗലോസ് അവസാനിപ്പിക്കുന്നത്, വരുവാനുള്ള ന്യായവിധി ഭയപ്പെട്ടുപോയി. ഒരു വാക്ക് ഞാൻ ചോദിക്കട്ടെ. 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രബോധന വിഷയം ഭയം. ദൈവസഭയുടെ തുടക്കക്കാരനായി ദൈവം ഉപയോഗിച്ച പത്രോസിനെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ച വിഷയം ദൈവഭയം. 14 ലേഖനങ്ങളുടെ കർത്താവും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച പൗലോസ് പ്രസംഗിച്ച പ്രധാന വിഷയം ദൈവഭയം. ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടും കേൾക്കാനില്ലാത്ത വിഷയവും ദൈവഭയം. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കഴുകുന്ന തേജസ്സിൻ്റെ കരം ഇവിടെ ഉയർന്നു നിൽക്കുന്ന രാത്രിയാണ്. എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഒരു സാധാരണ രാത്രിയല്ല ഇന്ന് രാത്രി. എന്നെ കഴുകണമേ കർത്താവേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? പ്രിയപ്പെട്ടവരെ, നാം വായിച്ച വാക്യത്തിലേക്ക് നമ്മളത് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. എഴുതിയിരിക്കുന്ന ഭാഗം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി കർത്താവ് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അയ്യോ, ചിലരുടെ കൈയൊക്കെ വളരെ സാവധാനത്തിലും ക്ഷീണത്തിലുമാണ് പോകുന്നത്. സ്തോത്രം. ചിലരൊക്കെ കാക്കൈ, അരക്കൈ, മുക്കാക്കൈ, മുഴുക്കൈ തന്നെ ധൈര്യത്തോടെ പലരും പൊക്കുന്നില്ല. ഇന്ന് രാത്രി പറയട്ടെ, കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോൾ അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിന്റെ അകത്ത് ആ ധാരണ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊതി നിന്റെ അകത്ത് വ്യാപരിക്കണം. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കളുടെ ആരാധന കണ്ടാൽ അറിയാം. നമ്മളൊരു വേദഭാഗം വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് താൻ ശബ്ദം ഉയർത്തി പറഞ്ഞു എന്നോടൊപ്പം ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമെന്ന് ഉയർത്തി ആമേൻ പറഞ്ഞു. ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഞാൻ പറയാം, നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് നമ്മുടെ തലമുറയിൽ കർത്താവ് മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇതുപോലെ കാലം അവസാനത്തിലേക്ക് നീങ്ങിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ തലമുറയിൽ മടങ്ങി വരും. ഞാൻ ഈ രാത്രി പറയാം, ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അകം കത്തുന്ന രാത്രിയാകട്ടെ. മണിക്കൂറുകൾ നിന്ന് തെളിവുകൾ നിരത്താം. നമ്മുടെ കർത്താവിന്റെ മടങ്ങിയുടെ സാഹചര്യങ്ങൾ മുഴുവൻ ഒരുങ്ങുകയാണ്. ഇതുപോലെ കർത്താവിന്റെ വരവിന് വേണ്ടി സംഭവങ്ങൾ ഒരുങ്ങിയ കാലം നിങ്ങൾക്കറിയാമോ? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാനും വരം ലഭിച്ചു. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. ആ സംഖ്യ 666. മണിക്കൂറുകൾ പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ എഴുതുന്ന കറുത്ത കാലത്ത്, സംഖ്യ കൊണ്ട് ക്രയവിക്രയങ്ങൾ നിയന്ത്രിക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാലത്ത്, ഇന്ന് രാത്രി തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് പാർക്കുന്ന എൻ്റെ മുന്നിലുള്ള ദൈവമക്കൾക്കറിയാം, ഓരോ കൊച്ചു ക്രയവിക്രയങ്ങളും ഇന്ന് ബാർകോഡിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നെന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരം അടുക്കൽ വാതുക്കലായി എന്ന സംഭവങ്ങൾ തെളിയിക്കുകയാണ്. സൈറ്റാനിക് വർഷിപ്പ് കൊടികുത്തി ഉയരുകയാണ്. ഇവിടെ അടുത്ത് നന്നൻകോട് കുലപാതകത്തെക്കുറിച്ച് അറിയാവുന്നവരാണ് ഇരിക്കുന്ന യുവമക്കൾ. സ്തോത്രം. കാടൽ എന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം അപ്പനെയും സ്വന്തം അമ്മയെയും സ്വന്തം അമ്മൂമ്മയെയും മുറിക്കകത്ത് വിളിച്ചു വരുത്തി ക്രൂരമായി കൊന്നതിന് ശേഷം കൂടുവിട്ടു കൂടുമാറ്റം എന്ന മന്ത്രവാദ പ്രക്രിയയിലൂടെ ആ ജഡത്തിന് കാവൽ നിന്ന പശ്ചാത്തലം ഗ്രഹിക്കുമ്പോൾ ഇതിന്റെ പ്രധാന കാരണത്തെക്കുറിച്ച് പോലീസിന്റെ റിപ്പോർട്ട്, അവൻ സൈറ്റാനിക് വർഷിപ്പിന്റെ അംഗമായിരുന്നു.
കൂടത്തായി കുലക്കേസിലെ സീരിയൽ കില്ലറായ ആ സഹോദരിയുടെ കൊലപാതക ത്വരയുടെ പുറകിൽ വ്യാപരിച്ച ഘടകം പ്രധാനമായിട്ട് സൈറ്റാനിക് വർഷിപ്പിന്റെ ബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ സൈറ്റാനിക് വർഷിപ്പ് വ്യാപകമാകുകയാണ്. എന്താണ് സൈറ്റാനിക് വർഷിപ്പ്? ഈ കഴിഞ്ഞ ചില നാളുകൾക്കുള്ളിൽ ന്യൂയോർക്കിൽ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് പോകുവാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസൻ, തന്റെ സീറ്റിന്റെ തൊട്ടടുക്കിരിക്കുന്ന ഒരാൾ മുൻപിൽ കൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉരുട്ടിക്കൊണ്ട് വന്നപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അടുത്തിരുന്ന ദൈവദാസൻ ചോദിച്ചു, ഫാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? പറഞ്ഞു, ഫാസ്റ്റിംഗാ. ക്രിസ്തീയ സഹോദരനായിരിക്കും അല്ലേ? പറഞ്ഞു, അല്ല, ഞാൻ സൈറ്റാനിക് വർഷിപ്പിലെ അംഗമാ. ഇംഗ്ലണ്ടിന്റെ ഒരു ഭാഗത്ത് ഒരു സുവിശേഷകന്റെ പ്രവർത്തനം പ്രബലമായി ഉയരുന്നു. ആ പ്രവർത്തനം ഈ ആഴ്ച ബന്ധിക്കപ്പെടാൻ ഞങ്ങൾ 6 ദിവസം ഉപവാസത്തിലാണ്. നമ്മൾ ഓർക്കണം, സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ദൈവസഭയ്ക്കും നേരെ മെട്രോപൊളിറ്റൻ പട്ടണങ്ങളിൽ പൈശാചിക ഗ്രൂപ്പുകൾ ഉപവാസം തുടങ്ങിയിട്ടും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. ഈ മേഖലയെ സാത്താൻ അടക്കി വാഴുകയാണ്. പ്ലാമൂട് AG സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, പൊടി കുടയേണ്ട ദിവസങ്ങളാണ്. ആത്മാവിൽ നിങ്ങൾ പൊടി കുടഞ്ഞ് എഴുന്നേൽക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് രാവിലെ ജോലിക്ക് പോയൊരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യങ്ങൾക്ക് നോക്കുന്നു. അദ്ദേഹം ഭാര്യ ബ്രെഡും സാൻഡ്വിച്ചും കൊടുത്തത് എടുത്ത് രാവിലെ കഴിക്കാൻ തുടങ്ങിയപ്പം അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വേണ്ട, ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫാസ്റ്റിങ്ങിന്റെ പ്രധാന കാരണം ഞങ്ങൾ സൈറ്റാനിക് വർഷിപ്പിന്റെ ആളുകളാണ്. ഞങ്ങൾ പ്രത്യേകം ഒരു വിഷയം വെച്ച ഈ ആഴ്ച ഉപവാസത്തിലാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പൈശാചിക ശക്തികൾ അവനെ മുഴുബലത്തോടെ എഴുന്നേറ്റ് കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ബ്ലാക്ക് മാസ് ഒരുക്കി വെച്ചുകൊണ്ട് സമൂഹത്തിൽ പറയാൻ കഴിയാത്ത അധർമ്മം രഹസ്യ താവളങ്ങളിൽ ഉയരുമ്പോൾ, വൻകിട ബിസിനസ്സുകാർ അതിൽ അണിചേർന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ, ഇവറ്റകളെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ നാവിൽ ഇന്ന് രാത്രി ആത്മീക അധികാരം വ്യാപരിക്കുന്നു. ഇത് കാണുന്ന ദൈവമക്കൾ കണ്ണടച്ചിരിക്കേണ്ടവരല്ല. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരം അടുക്കൽ വാതുക്കൽ തന്നെ ആയി കഴിഞ്ഞു. ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഡൽഹിക്ക് പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ചെന്നു, പക്ഷേ ട്രെയിൻ 2 മണിക്കൂർ വൈകിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അവിടെ തന്നെ അല്പം മിനിറ്റൂടെ കഴിയാമെന്ന് വെക്കും. അപ്പോൾ അതുവരെ ആ സിമെന്റ് ബെഞ്ചിലൊക്കെ ഇരുന്ന് നിങ്ങൾ വർത്താനം പറഞ്ഞും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ചേരേണ്ടിയൊക്കെ സമയം കഴിയും. എന്നാൽ സമയമാകുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് കത്തെളിയും, ചുവന്ന ലൈറ്റ്. അനൗൺസ്മെന്റ് ഉയരും. എന്താ അനൗൺസ്മെന്റ്? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നിടത്തേക്ക് പോകാനുള്ള ട്രെയിൻ സജ്ജമായിരിക്കുന്നു. യാത്രക്കാർ ട്രെയിനിലേക്ക് പ്രവേശിക്കുവാൻ സജ്ജമാകുക. നിങ്ങൾ എന്ത് ചെയ്യും? പിന്നിരുന്ന് ഫേസ്ബുക്ക് നോക്കുകയല്ല, കയ്യിൽ ബാഗൊക്കെ എടുത്ത് നിങ്ങളൊരു നിപ്പ. എന്തിനു വേണ്ടിയാ? ആ ട്രെയിൻ വരുന്ന ദിശയിലേക്ക് നോക്കി കയ്യിൽ ബാഗൊക്കെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ വന്ന് പറയാതിരിക്കട്ടെ, ദേ ഇരിക്കാൻ പറ്റിയ ബെഞ്ച് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ചെന്നിരുന്ന് വാട്സപ്പ് നോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? എവിടെ സുഹൃത്തെ, താൻ കണ്ടില്ലേ സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞത്? താൻ കേട്ടില്ലേ അനൗൺസ്മെന്റ്? ഇനി ഇരിക്കാൻ നേരമില്ല, പോകാൻ സമയമെടുത്തു. പ്ലാമൂട് AGയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ തലമുറയുടെ സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന്റെ തിരുസഭയുടെ യാത്രയ്ക്ക് സമയമെടുത്തു. നമ്മുടെ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരുമെങ്കിൽ എൻ്റെ കൈകൾ കർത്തൃസന്നിധിയിൽ ബലത്തോടെ നിൽക്കണം. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രി യോഗം ഈ 8:30 കഴിഞ്ഞു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണെന്നിരിക്കട്ടെ. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. മുഴങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്ന മുമ്പേ പറഞ്ഞ് സംഭവിക്കും, നാം എടുക്കപ്പെടും. എന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന പരുവത്തിൽ ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിയ പോലെ പലരും ഇരിക്കുന്നത് കാണുമ്പോൾ പോക്കാന്ന് എനിക്ക് പറയാം. എന്നാൽ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കളുണ്ട്, അവർക്കറിയാം കർത്താവിന്റെ മടങ്ങി വരും അടുത്തു. ഈ തലമുറയുടെ കർത്താവ് മടങ്ങി വരും. എങ്ങനായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി? ചുക്കിച്ചുളുങ്ങിയ ബലഹീനതയുള്ള ഷുഗർ രോഗിയായ കൂനിക്കൂടിയ ശരീരമല്ല പ്രാപിക്കാൻ തുടങ്ങുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി മാറും. ഒരിക്കൽ ശ്രദ്ധേയനായ ഒരു ശാസ്ത്രജ്ഞന്റെ അടുക്കൽ ചെന്ന് ഒരു ചിന്തകൻ ചോദിച്ചു, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മണ്ണിൽ നിന്നുള്ള മടങ്ങി വരവ് യാഥാർത്ഥ്യമാകുമോ? ശാസ്ത്രജ്ഞൻ ഒരുപടി ഇരുമ്പ് പൊടി എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആ മുറ്റത്തെ മണലിനകത്തോട്ട് ഇത് കൊണ്ടൊന്ന് വിതറിയച്ചിട്ട് പോരാൻ പറഞ്ഞു. വിതറിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, വിതറി. തിരിച്ച് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ വിതറിയതെല്ലാം കൂടെ തിരിച്ച് പിറക്കിയെടുത്തോളൂ. അത് പോയില്ലേ, അതെങ്ങനെയാ പിറക്കിയെടുക്കുന്നേ? അപ്പോൾ ശാസ്ത്രജ്ഞൻ തൻ്റെ ലബോറട്ടറിയിൽ നിന്നുള്ള ഒരു വലിയ കാന്തം എടുത്തുകൊണ്ട് ആ മണലിന്റെ മുകളിൽ ചെന്ന് പിടിച്ചു. സെക്കൻഡ് കൊണ്ട് ആ ഇരുമ്പ് പൊടി മുഴുവൻ ചിതറിക്കിടന്നത് പറന്ന് കയറി ആ ഇരുമ്പ് തണ്ണിൽ, അത് കാന്തതണ്ണിൽ പിടിച്ചിട്ട് അദ്ദേഹം ഇത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, മണ്ണിൽ ചിതറി വീണ ഇരുമ്പ് പൊടികളെ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയത്തില്ലെങ്കിലും ഈ കാന്തത്തിന്റെ ആകർഷണത്തിന് വലിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ സകലതൊന്നും എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുള്ള തന്നെ വ്യാപാര ശക്തിയാൽ യേശുവിന്റെ പുനരാഗമനത്തിൽ പുനരുത്ഥാന യാഥാർത്ഥ്യമാകും. ഓ, രക്തത്താൽ ജയം. ഇവിടുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുക.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തര വിധേയമാകും. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഞാൻ എടുക്കപ്പെടും. നിങ്ങൾ എന്നോടൊപ്പം പറയണേ. ആ എടുക്കപ്പെടുന്ന ശരീരത്തിന് പ്രത്യേകത എന്തായിരിക്കും? ഒന്ന്, കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്ന ഗതിവേഗത്തിൽ നക്ഷത്രമണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു കയറാൻ കഴിയുള്ള ശരീരമായിരിക്കും നീ പ്രാപിക്കാൻ തുടങ്ങുന്നത്. ഇത് മാത്രം ഓർത്താൽ മതി. പ്രത്യാശ അകത്ത് നിറയ്ക്കുന്ന ദൈവമക്കൾ അറിയാതെ കർത്താവിനെ ആരാധിക്കും. രാവിലെ സമയം കല്ലറയ്ക്കലെത്തിയ മറിയയോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ യേശു അന്ന് വൈകിട്ട് മുറി അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ കതകിന് മുട്ടാതെ നടുക്ക് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്കുക, ഭൂതങ്ങൾക്ക് എനിക്ക് ഇന്നുള്ളതുപോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രാവിലത്തേതിനും വൈകിട്ടത്തേതിനും ഉള്ളിൽ നക്ഷത്രമണ്ഡലങ്ങൾക്ക് അപ്പുറത്ത് പിതാവിന്റെ സന്നിധി വരെ പോയേച്ചു വരാൻ കഴിവുള്ള ശരീരമാ യേശു ഉയർപ്പിൽ പ്രാപിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പ്രസംഗം അവസാനിപ്പിക്കും മുൻപ് കർത്താവ് വന്നാൽ നക്ഷത്രഗോളങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു കയറാൻ കഴിവുള്ള ആത്മശരീരം. ഇനി ശ്രദ്ധിക്കണേ, ഇത് വാതക സഞ്ചയമോ വായുവ്യൂഹമോ അല്ല. സ്തോത്രം. നിങ്ങളെന്നെ തൊട്ടു നോക്കുക, ഭൂതങ്ങൾക്ക് എനിക്ക് ഇന്നുള്ളതുപോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പുനരുത്ഥാനത്താൽ പ്രാപിക്കുന്ന ശരീരത്തിന് അസ്ഥിയും മാംസവും ഉണ്ടായിരിക്കും. വറുത്ത മീനും തേൻകട്ടയും അവരുടെ കൺമുൻപിൽ വെച്ച് വായിൽ വെച്ച് ചവച്ചരച്ച് കഴിച്ചെങ്കിൽ വേണ്ടി വന്നാൽ കഴിക്കാവുന്നതും അല്ലെങ്കിൽ കഴിക്കാത്തതും. എന്തിന്? അബ്രഹാമിന്റെ വീട്ടിലെത്തിയ ദൂതന്മാർ കഴിച്ചല്ലോ. കഴിക്കാൻ കഴിയുന്ന ആത്മശരീരം, മാനുഷിക ബലഹീനതകളുടെ ഊന ഒട്ടുമില്ലാത്ത, ദൈവ തേജസ്സിനാൽ ജ്വലിച്ചു കത്തുന്ന, ഊമന്റെ അധരങ്ങൾ പൊട്ടിയാർക്കുന്ന, ബധിരന്റെ ചെവി തുറന്നു വരുന്ന, കുരുടന്റെ കണ്ണുകൾ തുറന്നു വരുന്ന, പ്രാർത്ഥിക്കുന്ന നീയും ഞാൻ കാണുന്ന മഹത്തായ സുദിനം. അങ്ങോട്ട് പറന്ന് കയറി ചെല്ലുന്ന പ്രത്യേക സമയം. ഇതാ തിരുവഴുത്തിലെ ഏറ്റവും ഗൗരവമായൊരു സംഭവം നടക്കാൻ തുടങ്ങുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഈ പ്രസംഗം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഇതൊരു സാധാരണ രംഗമല്ല. ഇതൊരു സാധാരണ രംഗമല്ല. ഫ്ലൈറ്റ് ക്രാഷ് ആകുമ്പോൾ അന്വേഷിക്കുന്ന ഒരു ബോക്സിന്റെ പേര് പറയാമോ? ഫ്ലൈറ്റ് ക്രാഷ് ആയി കഴിയുമ്പോൾ അന്വേഷിക്കുന്ന ഒരു ബോക്സിന്റെ പേര് പറയാമോ? ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സിന്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ടാണോ, അതിനകത്തെ വാർത്ത ബ്ലാക്ക് ആയതുകൊണ്ടാണോ ബ്ലാക്ക് ബോക്സ് എന്ന് പേര് വന്നത്? കളറ് കറുത്തതായതുകൊണ്ടൊന്നുമല്ല. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് നിരവധി ബ്ലാക്ക് ബോക്സുകൾ ഇംഗ്ലണ്ടിലുണ്ട്. ശ്രദ്ധിക്കണം, അതിനകത്തെ വാർത്ത കറുത്തതാ. ക്രാഷ് ആകാൻ നേരത്ത് കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് പോയ വാർത്ത എന്ത്, കോക്പിറ്റിലേക്ക് വന്ന വാർത്ത എന്ത്, കൃത്യം റെക്കോർഡാണിത്. ഇതുപോലെ നമ്മുടെ അകത്ത് തമ്പുരാൻ ഒരു ബ്ലാക്ക് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് ബോക്സ് ആണ് മനസാക്ഷി. പാപ്പാനെ പുറത്തു നിന്ന് പിടിച്ച് നിലത്തോട്ടിട്ടിട്ട് ചവിട്ടിക്കീറി ചതറിച്ച ഒരു കൊമ്പനാനെയും ഒരു പള്ളിയുടെയും മോസ്കിന്റെയും മുൻപിൽ നിന്ന് കരഞ്ഞിട്ടില്ല. 10-ാം പുറത്ത് എലിയെ പറിച്ചു കീറിയ ഒരു എലി, അതേ പൂച്ചയും പിന്നീട് അനുദപിച്ചിട്ടില്ല. എന്നാൽ ആരും കാണാത്ത സ്വകാര്യതകളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും മരണം വരെ ഉള്ളിൽ കത്തലുണ്ടാക്കത്തക്ക വിധത്തിൽ നിന്റെ അകത്ത് നിനക്കെതിരെ സംസാരിക്കുന്ന ഒരു മനസാക്ഷിയുണ്ട്. നിങ്ങൾക്കറിയാമോ, നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കുറ്റാന്വേഷണ മരുന്നുണ്ട്. സോഡിയം പെന്റത്തോളിൻ എന്നാണ് അതിൻ്റെ പേരെന്ന എൻ്റെ ഓർമ്മ. ഞാൻ വായിച്ച കഥ പറയാം. ഇത് കുറ്റാന്വേഷണത്തിൽ ഉപയോഗിക്കാനുണ്ടായ പശ്ചാത്തലം. ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ രാവിലെ മയക്കുമരുന്നാണ്, ഓപ്പറേഷന് മുമ്പ് ഉപയോഗിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരു ചെറുപ്പക്കാരൻ പരു ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നു. പരു ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നിട്ട് ഓപ്പറേഷന് തൊട്ട് മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു തലേ ദിവസമേ ഒന്നും കഴിക്കാതെ വേണം വരാനെന്ന്. ഇത് കുത്തിവെച്ച് കഴിഞ്ഞ് പരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ മയക്കുന്ന സമയം ഡോക്ടർമാർ സ്വകാര്യം പറയുമല്ലോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ കുത്തിവെപ്പ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ മയങ്ങുന്നതിനിടെ ചോദിച്ചു, രാവിലെ എന്തോലും കഴിച്ചോ? ചപ്പാത്തി മീൻകറിയും കഴിച്ചെന്ന് പറഞ്ഞു. തലേ ദിവസം പറഞ്ഞത് ഒന്നും കഴിക്കരുതെന്നാ, പക്ഷെ രാവിലെ പറഞ്ഞു ചപ്പാത്തി മീൻകറിയും കഴിച്ചെന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഒരു ചിന്ത, ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിനകത്ത് കള്ളം സൂക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ സത്യം തുള്ളി തുള്ളിയായി പുറത്തു കൊണ്ടുവരുന്ന ഒരു മരുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനാണെങ്കിൽ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്ന സമയം എനിക്കെതിരെ സാക്ഷി പറയാൻ എൻ്റെ മനസാക്ഷി രംഗത്ത് വരുമ്പോൾ അത് ഭയങ്കരമായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ബാക്കി ചിന്തിക്കാൻ വിടുക. വർത്തമാനകാലത്ത് ജീവിച്ചപ്പോൾ അവതരിപ്പിച്ച വാക്കും പ്രവൃത്തിയും രഹസ്യവും ആലോചനയും ഒരുപോലെ കണക്ക് ചോദിക്കുന്ന ഒരു കോടതിക്ക് മുൻപാകെ ഞാനും നിങ്ങളും വെളിപ്പെടേണ്ടി വരുമ്പോൾ ഒറ്റ ചോദ്യം, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? നമ്മുടെ ഉള്ളിൽ ആ വാക്യം ഒന്ന് ഉരുവെടുത്ത് പറയണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ രാത്രി ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് ശബ്ദം ഉയർത്തിപ്പറ,
ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അവിവേകങ്ങളുടെ മേലും ബലഹീനതകളുടെ മേലും തെറ്റുകുറ്റങ്ങളുടെ മേലും ഒരു കഴുകൽ ഇന്ന് രാത്രി എനിക്ക് ആവശ്യമുണ്ട് കർത്താവേ, എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശബ്ദം ഉയർത്തി ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇടം വലം ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. എൻ്റെ നാഥൻ്റെ കരം ബലത്തോടെ ഉയരുകയാണ്. കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ നിയന്ത്രണം വയ്ക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ എത്രത്തോളം ശബ്ദമുയർത്തി കരയാമോ അത്രത്തോളം ശബ്ദമുയർത്തിയിട്ട് എന്നെ കഴുകണമേ കർത്താവേ എന്ന് വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി